ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷകരമായൊരു ദിവസമാണ് കേട്ടോ. ഇന്നെന്ന് പറയണത് ഇന്നലെ തിങ്കളാഴ്ച 19 തീയതി എടുത്തൊരു വീഡിയോ ആണ്. ഈ കാണുന്നത് കവിതയും മക്കളുമാണ്. ഇവർ കൊല്ലത്താണ് താമസിക്കുന്നത്. ഇവർ എന്നെ കാണാൻ വേണ്ടി നമ്മുടെ തിരുവനന്തപുരം വലിയതുറയിൽ വന്നതാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബും കൂടെയാണ് കേട്ടോ ഇവർ. പക്ഷെ എന്തോ ഇവരെ കണ്ടപ്പോഴേ എനിക്ക് ആരൊക്കെയോ എൻ്റെ കൂടെ ഉള്ളതുപോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അപ്പം എന്നെ കാണാൻ വന്ന എൻ്റെ സബ്സ്ക്രൈബിന് ഹൃദയം നിറഞ്ഞ് ഞാൻ നന്ദി പറയണം. അപ്പം ഇത് 3 മക്കളാണ് കേട്ടോ കവിതേരാ. അപ്പം പൊടിയാൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടാ, നമ്മളെ നന്നായിട്ട് അറിയാന്നുള്ള പോലെ. അപ്പം എനിക്കാണെങ്കിൽ ആദ്യം വാക്കുകളൊന്നും വന്നില്ല ഇവരെ കണ്ടപ്പോൾ കേട്ടോ. കാരണം പരിചയം ഇല്ലെങ്കിലും എന്നെ കാണാൻ വേണ്ടി വന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും സമ്മാനവും. അപ്പോൾ എനിക്കും ആരൊക്കെ ഉള്ള ഒരു തോന്നലും ഉണ്ടായി. അപ്പോൾ മോൻ്റെ പേര് ആരോമൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ്, കരയുകയോ പിണക്കമോ ഒന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മുടെ ആമിയും വന്ന് എത്തി നോക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് അവർ കൊണ്ടുതന്ന ഗിഫ്റ്റാണ് കേട്ടോ. കവിയും മക്കളും കൂടെ കൊണ്ടുതന്ന ഗിഫ്റ്റാണ്, ചുരിദാറിൻ്റെ ടോപ്പ്. അപ്പോൾ എനിക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു ഇന്ന്, ഞങ്ങളുടെ ഇടവകയിലുള്ള. അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇന്ന് പോയത്. എനിക്ക് കറക്റ്റ് അളവായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചുരിദാറ്. അങ്ങനെ ഞാനും ചേട്ടനും മക്കളും കൂടെ ആയിട്ട് കല്യാണത്തിന് പോയി. അവരൊരു 2 മണിയൊക്കെ ആവാറായപ്പോൾ വന്നു വീട്ടിൽ. ഒരു 3:45 ആയപ്പോൾ അവർ പോയി. അപ്പോൾ ഞാൻ വൈകുന്നേരം കല്യാണമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും മക്കളും കൂടെ ആയിട്ട് പോണ വഴിക്ക് ഞാനൊന്ന് കുറേ അങ്ങോട്ട് പുറകിലോട്ടൊന്ന് ചിന്തിച്ച്. എനിക്കൊരു 40 വയസ്സായി. ഒരുപാട് സ്നേഹിതരും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ട്. എനിക്കിങ്ങനത്തെ ഗിഫ്റ്റൊന്നും ആരും തന്നിട്ടില്ല കേട്ടോ. പക്ഷേ കവിത കൊണ്ട് തന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഹാളിലെത്തി. അവിടെ കല്യാണ ചെറുക്കനും പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി തിരക്കൊക്കെ ആയിരുന്നു. ഞങ്ങൾ അകത്തൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അതായത് കല്യാണം വൈകുന്നേരം 3:30 കെട്ട് വെച്ചിരുന്നത്. വൈകുന്നേരത്തെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കെട്ടിനൊന്നും വരാൻ പറ്റിയില്ല, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ വാവച്ചൻ ചേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡ്, ഞങ്ങൾക്ക് ആവശ്യമായ ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴിച്ച്. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ കല്യാണത്തിന് ഫുഡൊക്കെ കഴിച്ചത്. ചേട്ടനും ആദ്യത്തിനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, അവർക്കൊക്കെ ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് പോയിട്ട്. ഇതാണ് അവരുടെ ഫാമിലി കേട്ടോ, ഞങ്ങളുടെ കല്യാണം ചെറുക്കൻ്റെ ഫാമിലിയാണ് അതൊക്കെ. പിന്നെ ഒരുപാട് പേർക്ക് നമ്മളറിയാന്നുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ ഇടവകയിലുള്ള ഡാളി ചേച്ചിയുടെ മകൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇടവകയിലുള്ളവരൊക്കെ തന്നെയാണ് കൂടുതലും ഉള്ളത്, അല്ലാതെ പുറത്തുനിന്നൊന്നും അങ്ങനെ ആരെയും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ സന്തോഷത്തോടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ സോണി സാറ്, ഇത് എന്നെ കാറ്റഗറി ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാറാണ്. സാറും മക്കളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മളുടെ ഒരു ഫ്രണ്ട് മീനുവും അഭിലാഷുമാണ്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ തിളങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരും ഞങ്ങളോട് കുശലമൊക്കെ പറഞ്ഞ് ചിരിച്ച് സംസാരിച്ച്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സോണി സാറും മക്കളും ഭാര്യയും കൂടെ ഫുഡൊക്കെ അവരും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന സമയത്ത് ഒരു മോൾ അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്ന് കുറച്ച് പാട്ടൊക്കെ കൂടെ വന്ന് കണ്ടൊന്ന് ആസ്വദിച്ച്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് കുടിക്കാൻ വേണ്ടി കട്ടൻ തൊട്ട് അങ്ങോട്ട് അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജ്യൂസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം, കോൺ ഐസ്ക്രീമാണ് കേട്ടോ കൊടുക്കണത് എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പോപ്കോൺ കൊടുക്കുന്നുണ്ട്. പോപ്കോൺ നോക്കിയപ്പം പോപ്കോൺ ഉണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരെ ബിജു ശേനയാണ് ഓർമ്മ വന്നിട്ട്, എൻ്റെ ഒരു അനിയൻ കുട്ടനെ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ പഞ്ചസാര മുട്ടായി ഉണ്ടല്ലേ, പഞ്ചസാര മുട്ടായിയൊക്കെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഐസ്ക്രീമാണ് മേടിച്ചത്. ഐസ്ക്രീം കുടിക്കുന്ന സമയത്ത് ഇതെൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ മോനാണ്. അവൻ വന്ന് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് വന്നു ഒന്ന് ഇതൊക്കെ കാണിച്ച് പിന്നെ അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി. വഴയില എന്ന സ്ഥലത്തോട്ടൊക്കെ ഞങ്ങൾ പോയി. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇന്നലത്തെ ഒരു ദിവസം. അപ്പോൾ ഇത് ചേട്ടൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും മക്കളൊക്കെയാണ് കേട്ടോ. മോള് അലീന എന്നാണ് പേര്, മോൻ്റെ പേര് ആരോൺ. അപ്പോൾ ആദിത്യനും അലീനയും ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ആദിത്യനോട് അവൾ
എപ്പോഴും ഇംഗ്ലീഷിൽ ഇങ്ങനെ കറപറ കറപറ പറ ഇങ്ങനെ പറയും. അപ്പോൾ അവന് ഇംഗ്ലീഷ് അത്ര അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൻ മലയാളത്തിലാണ് അവളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കേട്ട് ഞങ്ങൾ ഭയങ്കര ചിരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂപ്പാട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാളയത്തെത്തിയപ്പോൾ അവിടുത്തെ ഫേമസ് ആയ പാളയം പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പാളയത്തിന് നമ്മുടെ പാളയം ചർച്ചുണ്ട്, നമ്മുടെ ക്രിസ്ത്യാനിയുടെ ചർച്ചിലെ പള്ളിയുടെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗണപതിയുടെ ഒരു കോവിൽ അവിടെ കെട്ടിയിരുന്നു. ആ കോവിലിൻ്റെ കാഴ്ച വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അവരെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിലോട്ട് വന്ന് നമ്മുടെ ഗേറ്റിന് അവിടെ എത്തിയപ്പോൾ സാധാരണ ആദിത്യനാണ് ഗേറ്റൊക്കെ തുറക്കണത്. എൻ്റെ കയ്യിൽ നിന്ന് താക്കോലൊക്കെ മേടിച്ച് ആദിത്യം പോയി എന്നെ ഒന്ന് കളിയാക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഗേറ്റൊക്കെ തുറന്നു. കാരണം ഗേറ്റ് തുറന്ന് വെച്ചിരിക്കുമ്പോൾ നമുക്ക് വേറൊരു കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ കാറിൽ തട്ടാതാണ് കാറ് അകത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കാരണം ലൈറ്റ് ആ സമയത്ത് നമ്മളവിടെ ഇട്ടിട്ടില്ലല്ലോ, നമ്മളെല്ലാം അണച്ചിട്ടിട്ടല്ലേ പോയിരിക്കണത്. അങ്ങനെ ആദിത്യം വന്ന് നിന്ന് സൈഡൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ സൈഡിലൂടെ കയറി വാ, ആ സൈഡിലൂടെ കയറി വാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞ് ഒതുക്കി നമ്മൾ വണ്ടിയൊക്കെ നമ്മളൊരു സൈഡിലോട്ടാക്കി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ, സീ യു.